അമ്മ പോയതും നവി അകത്തേക്ക് കയറി പാഴ്സൽ കിച്ചണിൽ വെച്ചു. നിന്റെ അമ്മ എന്താ കൊച്ചിയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞത്? ഹാളിലേക്ക് വന്നുകൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ എൻ്റെ ലീവ് ക്യാൻസൽ ചെയ്തു. നാളെ വൈകിട്ട് കൊച്ചിയിലേക്ക് പോകണം. അവൾ സെറ്റിയിലിരുന്ന് TV ഓൺ ചെയ്തു. എന്നിട്ട് എന്നോട് നീ ഒരു വാക്ക് ചോദിച്ചോ? അവൻ്റെ സ്വരം കടുത്തു. പെട്ടെന്നെടുത്ത തീരുമാനമാണ്. അല്ലെങ്കിൽ തന്നെ തന്നോട് ഞാൻ എന്തിനു ചോദിക്കണം? പിന്നെ എന്നോട് ചോദിക്കണ്ടേ? നീ പോയാൽ എനിക്ക് നിൻ്റെ കൂടെ വന്നല്ലേ പറ്റൂ. നവി അവളെ കയ്യിൽ നിന്ന് റിമോട്ട് തട്ടിപ്പറിച്ച് TV ഓഫ് ചെയ്തു. നിന്നോട് ഞാൻ വരാൻ പറഞ്ഞില്ലല്ലോ. അവളും വിട്ടുകൊടുത്തില്ല. ദേ, ഓരോന്നും മനസ്സിൽ വെച്ച് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനം എടുത്താലുണ്ടല്ലോ എൻ്റെ സ്വഭാവം നീ അറിയും. എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണിൽ കുറച്ച് ദിവസമെങ്കിലും നിന്നിട്ടേ ഞാൻ എങ്ങോട്ടും വരുന്നുള്ളൂ. അവൻ താക്കീതോടെ പറഞ്ഞ് സെറ്റിയിലിരുന്നു. അതൊക്കെ നിൻ്റെ ഇഷ്ടം. എനിക്കെൻ്റെ ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടറെ കാണുന്നവർ മരുന്ന് മാത്രം പ്രതീക്ഷിച്ചല്ല വരുന്നത്. ഡോക്ടറോടുള്ള വിശ്വാസം കൂടി ഉണ്ടതിൽ. എന്നെ വിശ്വസിച്ച് എന്നെ സമീപിച്ച ഒരുപാട് പ്രഗ്നൻ്റായ സ്ത്രീകളുണ്ടവിടെ. അവർക്കുള്ള ധൈര്യം ഞാനാണ്. അതുകൊണ്ട് പോയേ പറ്റൂ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. പിന്നെ നീ എന്ത് കരുതിയാൽ ലീവ് എടുത്തേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ പോകാതിരിക്കുക എന്തേലും ചെയ്യും. ഞാൻ വരുന്നില്ല. നിൻ്റെ വീട്ടുകാർക്ക് മുൻപിൽ എന്തേലും പറഞ്ഞ് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിത്താ. അവളെ മറുപടി പോലും കാത്തിരിക്കാതെ അവൻ എണീറ്റ് അവൻ്റെ മുറിയിലേക്ക് പോയി. അവൻ മുറിയിൽ കയറി ഡോറടച്ചതും അവൾ താലി കയ്യിലെടുത്ത് അതിലേക്ക് കുറച്ച് സമയം കൂർപ്പിച്ചു നോക്കി ചിരിയോടെ അതിലൊന്ന് മുത്തി. ഉച്ചയായതും നവനീത് കൊണ്ടുവന്ന ഭക്ഷണം ടേബിളിൽ വെച്ച് അവനെ ചെന്ന് വിളിച്ചു. അതെ നവി. അവൾ ഭക്ഷണം പ്ലേറ്റിലേക്ക് വിളമ്പി കസേരയിലിരുന്നു. എന്താ? വൈകിട്ട് അമ്പലത്തിൽ പോകണം. അവൾ അവൻ ഏറുകണ്ണിട്ട് നോക്കി. ഹാ, പോകാനാകുമ്പോൾ വിളിച്ചാൽ മതി. അവൻ കഴിക്കുന്നതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാം. ഇന്നവിടെ വിരുന്നാണ്. അമ്മ പറഞ്ഞില്ലായിരുന്നോ? ശാലിനി പരമാവധി സംസാരത്തിൽ വിനയം കൊണ്ടുവന്നു. അതൊക്കെ പറഞ്ഞു. എന്നാലും എന്തൊരു മാറ്റമാണ് എൻ്റെ ഭാര്യയ്ക്ക്. നേരത്തെ ഉറഞ്ഞു തുള്ളിയവളാ. ഇപ്പം കണ്ടില്ലേ എന്തൊരു വിനയം. അവൻ ഭാര്യ എന്ന് അഭിസംബോധന ചെയ്തതും അവൾ വായും തുറന്ന് അവനെ നോക്കി. എന്താടി വായും തുറന്ന് നിൽക്കുന്നത്? പിന്നെ ഫുഡ് കഴിക്കണമെങ്കിൽ വാ തുറക്കണ്ടേ? അവൾ ചമ്മൽ പുറത്ത് കാട്ടിയില്ല. അയ്യോ, എന്തൊരു ന്യായീകരണം. പിന്നെ നാളെ നീ എപ്പോഴാണ് പോകുന്നത്? ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്തോ? നവനീത് പ്ലേറ്റിലേക്ക് കറി ഒഴിച്ച് അവൾ നോക്കി. ഹാ, വൈകിട്ട് 3:30 ആകുമ്പോൾ ഒരു ബസ്സുണ്ട്. ടിക്കറ്റ് എടുത്തിട്ടില്ല. ആരാ കൂടെ വരുന്നതെന്ന് അറിഞ്ഞിട്ട് ബുക്ക് ചെയ്യാമെന്ന് കരുതി. ശാലിനി മറുപടി കൊടുത്തു. പിന്നെ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ? കല്യാണം കഴിഞ്ഞില്ലേ? എന്ത് കാര്യം? അവൾ അവനെ നോക്കി. എന്ത് കാര്യമെന്നോ? കുഞ്ഞിൻ്റെ കാര്യം. നീ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് നിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് നടക്കില്ലേ? അവൻ അവളെ നോക്കി നെറ്റി ചുളിച്ചു. അതെല്ലാം റെഡിയാക്കാനാണ് ഞാൻ വേഗം തന്നെ കൊച്ചിയിലോട്ട് പോകുന്നത്. ശാലിനി ഇതും പറഞ്ഞ് കഴിച്ചെഴുന്നേറ്റു. നവനീത് നേരത്തെ അവൾ കൊച്ചിയിലേക്ക് പോകുന്നതിനെ ചൊല്ലി തർക്കമുണ്ടാക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. അവൻ കുറ്റബോധത്തോടെ വേഗം കഴിച്ചെണീറ്റ് മുറിയിലേക്ക് പോയി. വൈകിട്ട് അമ്പലത്തിൽ പോകാൻ സമയമായതും ശാലിനി കറുത്ത കരയുള്ള സെറ്റ് സാരിയും അതേ കളറിലുള്ള വെൽവെറ്റ് ബ്ലൗസും ഇട്ട് കണ്ണിന് ചുറ്റും കൺമഷി കൊണ്ടുവരഞ്ഞു. അവളെ ഇളം ചുവപ്പുള്ള ചുണ്ടിൽ ചായം തേക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ചുണ്ടിന് മീതെയുള്ള കുഞ്ഞു മറുകിന് ആരെയും കൊതിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ചെറിയ കറുത്ത പൊട്ടും കാതിൽ ജിമിക്കിയും നെറ്റിയിൽ സിന്ദൂര ചുവപ്പും അവളെ പതിവിലും സുന്ദരിയാക്കി. കഴുത്തിൽ താലിമാല മാത്രമിട്ട് മുടി മെടഞ്ഞിട്ടു. നവി. ശാലിനി അവൻ്റെ മുറിയുടെ ഡോറിൽ തട്ടി. ആ, എന്താ? അവൻ ഡോറ് തുറന്നതും അവളെ കണ്ട് വിടർന്ന കണ്ണുകളോട് നോക്കി. ഇന്നെൻ്റെ ശാലുക്കുട്ടി സുന്ദരിയായിട്ടുണ്ടല്ലോ. അവൻ കവിളിൽ നുള്ളിയതും അവളാകെ പകച്ചുപോയി. പണ്ടിങ്ങനെ ഓരോ തവണയും കവിളിൽ പിച്ചുമ്പോഴും അവൻ നാണത്തോടെ തല താഴ്ത്തുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പം അവൾ പകച്ചു നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അവനെ പറ്റിയ അമളി മനസ്സിലായത്. അയ്യോ സോറി ശാലിനി. അവൻ ചമ്മിയെ ചിരിച്ചു. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ പണ്ടത്തെ ശാലു മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നി. അവൻ സ്വയം തലക്കിട്ട് കൊട്ടി. പണ്ടത്തെ ശാലുവോ? അന്നും ഇന്നും ഒക്കെ ഞാൻ ഒരുപോലെ തന്നെയാണ്. ഉണ്ടായ മാറ്റം മുഴുവൻ നിനക്കാം. ഞാൻ പുറത്തുണ്ടാകും. നീ റെഡിയായി വാ. അമ്പലത്തിലേക്ക് പോകാനായി. അവൾ മുഖം കയറ്റി വെച്ച് പുറത്തിറങ്ങിയതും അവൻ വേഗം ഒരുങ്ങി വന്നു. കടും നീല കളർ ഷർട്ടും വെള്ളയിൽ നീലക്കരയുള്ള മുണ്ടുമാണ് അവൻ്റെ വേഷം. അവൻ ബുള്ളറ്റിൽ കയറാൻ പോയതും അവൾ അവനെ തടഞ്ഞു. നടന്നു പോകാം. രണ്ടുപേരും കൂടി പാടത്തേക്കിറങ്ങി വരമ്പിലൂടെ നടന്നു. ശാലിനി മുന്നിലും നവനീത് ബാക്കിലുമായി നടന്നു. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ലെങ്കിലും കിളികളുടെ കിളിക്കൊഞ്ചലും തവളകളുടെ കരച്ചിലും കാറ്റ് ചില്ലകളെ ഇളക്കിയിട്ട് കടന്നു കളയുന്നതിൻ്റെ ശബ്ദവും കേൾക്കാമായിരുന്നു.
എങ്ങോ നോക്കിക്കൊണ്ട് നടന്നിരുന്ന ശാലിനി പെട്ടെന്ന് വീഴാൻ പോയതും അവൻ വേഗം അവളുടെ കയ്യിൽ പിടിച്ച് നേരെ നിർത്തി. ഇത്ര കാലമായിട്ട് നീ ശരിക്കും നടക്കാൻ പഠിച്ചില്ലേ? അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് മുന്നിൽ നടന്നു. അമ്പലത്തിലെത്തിയതും പുറത്തു നിൽക്കുന്ന പൂക്കച്ചവടക്കാരനിൽ നിന്ന് മുല്ലപ്പൂ വാങ്ങി മുടിയിൽ ചൂടാൻ ശ്രമിച്ചു. നവി, ഇതൊന്ന് കുത്തിത്തരുമോ? എനിക്ക് പറ്റുന്നില്ല അതാ. ശാലിനിയുടെ മുടിയിൽ പൂ വെച്ച് സ്ലൈഡ് കൊണ്ട് പിൻ ചെയ്തു കൊടുക്കുമ്പോൾ എന്തിനെന്നറിയാതെ അവളെ ചുണ്ടിൽ ഒരു ചിരി മറഞ്ഞു കിടപ്പുണ്ടായിരുന്നു. രണ്ടുപേരും അകത്തേക്ക് കയറി കൈകൂപ്പി പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാതെ മനസ്സ് ശൂന്യമായി തീർന്നിരുന്നു രണ്ടുപേരുടെയും. കണ്ണുകൾ അടഞ്ഞു തന്നെയിരുന്നു. ശാലിനി മെല്ലെ കണ്ണു തുറന്ന് അവനെ പാളി നോക്കി. അവനപ്പോഴും കണ്ണടച്ച് നിൽക്കുകയായിരുന്നു. ശാലിനി ചിരിയോടെ അവനെ നോക്കിയ ശേഷം പ്രസാദം വാങ്ങിച്ചു. ഇലച്ചീന്തിൽ നിന്നൽപ്പം ചന്ദനമെടുത്ത് നെറ്റിയിൽ തൊട്ട് നവനീതിനെ നോക്കി. അവൻ്റെ കണ്ണടച്ചുള്ള നിൽപ്പ് കണ്ട് ശാലിനി ഒരു നുള്ളു ചന്ദനമെടുത്ത് അവൻ്റെ നെറ്റിയിൽ തൊട്ടു. നെറ്റിയിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടതും അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി നെറ്റിയിൽ തൊട്ടു നോക്കി. കയ്യിൽ ചന്ദനം പറ്റിയതും നവനീത് ശാലിനിയുടെ മുഖത്തേക്കും കയ്യിലേക്കും മാറി മാറി നോക്കി. എന്താ? അവൾ ഒറ്റപ്പുരുകം പൊക്കി. നീ പ്രസാദം വാങ്ങിച്ചോ? ഇലച്ചീന്തിലേക്ക് നോക്കി അവൻ ചോദിച്ചു. വാങ്ങിച്ചല്ലോ. എന്നാ വാ. രണ്ടുപേരും കുറച്ചു സമയം അവിടെ ചിലവഴിച്ച് അമ്പലത്തിൽ നിന്നിറങ്ങി. അവൾ നേരെ പോയത് അമ്പലക്കുളത്തിലേക്കാണ്. നീ ഇതെങ്ങോട്ടാ? വീട്ടിലേക്കില്ലേ നീ? ശാലിനി പോകുന്നത് കണ്ട് നവനീത് ചോദിച്ചു. ഇപ്പം വരാ നവി. അവളെ പിറകെ നവിയും ഈർഷ്യയോടെ പോയി. നവി, എന്ത് രസാലേ ഇപ്പോഴും ഈ കുളം കാണാൻ. അമ്പലത്തിൽ വന്നാൽ എപ്പോഴും നീ എനിക്ക് ആമ്പല് പറിച്ച് തരാറുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? ശാലിനി നവിയെ നോക്കി. അതൊക്കെ ഓർത്തിരിക്കലല്ലേ എൻ്റെ പണി. അവൻ്റെ പുച്ഛഭാവം കണ്ട് അവളൊന്ന് ചിരിച്ചു. നിനക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പലതും എനിക്ക് വിലപ്പെട്ടതാണ്. എനിക്കൊരു ആമ്പല് പറിച്ചു തരുമോ നീ? ശാലിനി നവനീതിനെ കൊഞ്ചലോടെ നോക്കി. നിനക്കെന്താ വട്ടാണോ ശാലിനി? ഇള്ളക്കുട്ടിയൊന്നും അല്ലല്ലോ പൂവും പിടിച്ച് നടക്കാൻ. നീ ഒരു ഡോക്ടറല്ലേ? അതിൻ്റെ മെച്യൂരിറ്റിയെങ്കിലും കാണിക്കും. അവൻ അവളെ ശാസിച്ചു. എൻ്റെ മനസ്സ് ഇപ്പോഴും ചെറുതാണ് നവി. നിന്നോടുള്ള പ്രണയം മനസ്സിലിട്ടുകൊണ്ട് നടന്ന പൊട്ടിപ്പെണ്ണ്. പിന്നെ പൂ കയ്യിൽ പിടിച്ച് നടക്കുന്നതിന് പ്രായപരിധി ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. നിനക്ക് പറിച്ചു തരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥിതിക്ക് ഞാൻ തന്നെ പറിച്ചോളുണ്ട്. ശാലിനി സാരി അല്പം ഉയർത്തി കുളത്തിലേക്ക് പടവുകൾ ഇറങ്ങി. ഡ്രസ്സ് നനയ്ക്കണ്ട, ഞാൻ പറിച്ചു തരാം. നവനീത് മുണ്ട് മടക്കി കുത്തി കുളപ്പടവിലിറങ്ങി മുട്ടോളം വെള്ളമുള്ള പടവിലേക്ക് ഇറങ്ങി കൈയെത്തിച്ച് 2 ആമ്പൽപ്പൂക്കൾ പറിച്ചെടുത്തു. എന്നാ, ഇനി ഇത് കിട്ടാഞ്ഞിട്ട് മോങ്ങണ്ട. ഇനി ഇവിടെ ചുറ്റിത്തിരിയാതെ വേഗം വരാൻ നോക്ക്. അവൻ പടവുകൾ കയറി മുകളിലേക്കെത്തി വേഗം വീട്ടിലേക്ക് നടന്നു. അവൻ്റെ ഒപ്പം എത്താൻ പറ്റാതെ അവൾ പുറകെ ഓടി. നവി, പ്ലീസ് ഒന്ന് നിൽക്ക്. അവൾ കിതപ്പോടെ നിന്നതും അവൻ തിരിഞ്ഞു നോക്കി. നീ വരുന്നുണ്ടോ? അവൻ അവളെ അടുത്ത് വന്നു നിന്നു. ഹോ, എന്ത് സ്പീഡാ നിനക്ക്! വീട്ടിൽ പോയിട്ട് ലാപ്പിൽ കുത്തിക്കൊണ്ടിരിക്കാനല്ലേ? പതുക്കെ പോയാൽ മതി. ശാലിനി അവനെ ചിറഞ്ഞൊന്നു നോക്കി പതുക്കെ നടന്നതും നവിയും പതുക്കെ അവളോടൊപ്പം കൂടി. പിന്നെ അമ്മ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരാനാ പറഞ്ഞേ. നടക്കുന്നതിനിടെ ശാലിനി അവനെ ഓർമ്മിപ്പിച്ചു. അതൊക്കെ പോകാം, എനിക്ക് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. രാത്രി പോയാൽ പോരെ നിൻ്റെ വീട്ടിലേക്ക്? എന്നാ നീ രാത്രി വാ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവൾ പറഞ്ഞതും അവൻ അവളെ ഒരു നോട്ടം. അതൊന്നും വേണ്ട, ഒരുമിച്ച് അങ്ങ് പോയാൽ മതി. നവനീത് ആജ്ഞയോടെ പറഞ്ഞു. അതെന്താ നിനക്ക് ഒറ്റയ്ക്ക്? പേടിയാണോ? അവൾ ചിരിച്ചു. അയ്യാ, കോമഡി. അവൻ അവളെ കളിയാക്കി പാടത്തു നിന്ന് വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കയറി. വാ, കയറ്. വീടെത്തിയതും നവനീത് തൻ്റെ ബുള്ളറ്റിൽ കയറി പോക്കറ്റിൽ നിന്ന് കീ എടുത്ത് സ്റ്റാർട്ടാക്കി. ആ കാണുന്ന എൻ്റെ വീട്ടിലോട്ട് പോകാനാണോ ബുള്ളറ്റ് എടുക്കുന്നത്? നടന്നു വന്നാലും മരുമകൻ അവർ സ്വീകരിക്കും. നിന്ന് വായിട്ട് അലക്കാതെ വന്ന് കയറടി. അവൻ പെട്ടെന്ന് ഒച്ചയെടുത്തതും അവൾ വേഗം ബുള്ളറ്റിൽ കയറി. അവൻ വണ്ടിയെടുത്ത് ഗേറ്റ് വഴി റോഡിലേക്ക് വണ്ടി ഇറക്കിയതും അവൾ മിററിലൂടെ അവനെ നോക്കി. നവി, നമ്മളിതെങ്ങോട്ടാ? എന്തായാലും കൊല്ലാനല്ല. അവൻ പറഞ്ഞ മറുപടി അവൾക്ക് തീരെ പിടിച്ചില്ല. നവി, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നീ ഇപ്പം വേറും തറയായിട്ടുണ്ട്. പണ്ട് നീ എന്ത് സ്വീറ്റായിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ ആദ്യമായി നീ ബൈക്കെടുത്ത് എന്നെ അതിൽ കയറ്റി ഈ വഴിയിലൂടെ ഓടിച്ചത്? അന്ന് നിന്നെ ചുറ്റിപ്പിടിച്ച് ഞാൻ സ്വപ്നം കണ്ടതാ നിൻ്റെ പേരിലുള്ള താലിയിട്ട് ഇങ്ങനൊരു യാത്ര. അവൾ അറിയാതെ അവൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിൽ തല ചായച്ചു. പൊന്നുമോള് സുഖിച്ചിരിക്കാതെ ഒന്ന് നീങ്ങിക്ക്. താലിയിട്ട് കെട്ടിപ്പിടിച്ചുള്ള പോക്കല്ല ഞാൻ നിർത്തിത്തരാം. എൻ്റെ കുഞ്ഞുങ്ങ് വന്നോട്ടെ. ശാലിനിയുടെ കൈ മാറ്റി നവി പറഞ്ഞതും അവൾ നീങ്ങിയിരുന്നു. ഇടയ്ക്ക് ഇത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിനെ കിട്ടുകയും വേണം, എന്നൊരു പുല്ല് വിലയുമില്ല. ഞാൻ വിചാരിച്ചാലേ നിൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കിട്ടൂ.
എന്നെ കൂടുതൽ ചൊറിയാൻ വന്നാൽ ഞാനത് മാറ്റി ചിന്തിക്കും. ആ, അവൾ ഭീഷണി സ്വരത്തിൽ പറഞ്ഞതും അവനൊന്ന് പരിഭ്രമിച്ചു. ഞാനൊന്നും പറയുന്നില്ല, എൻ്റെ ആവശ്യമായി പോയില്ലേ. ഇപ്പം തൽക്കാലം നീ ഇറങ്ങ്. നവനീത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ മുന്നിൽ നിർത്തിയതും ശാലിനി ഇറങ്ങി. ഇതെന്താ ഇവിടെ? എനിക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സെല്ലാം കല്യാണത്തിന് മുമ്പ് തന്നെ എടുത്തല്ലോ. അവൾ സംശയത്തോടെ ചോദിച്ചു. നിനക്കല്ല, നിൻ്റെ വീട്ടുകാർക്കാ. വിരുന്നിന് പോകുമ്പോൾ കൈയും വീശിയാണോ പോകുന്നത്? എല്ലാവർക്കും വേണ്ടതെല്ലാം എടുത്തോ. രണ്ടുപേരും ആവശ്യമുള്ളതെല്ലാം എടുത്ത് അവിടെ നിന്നിറങ്ങി. ഇവിടെ ഒന്നും വലിയ കളക്ഷനില്ല, അതിനൊക്കെ എൻ്റെ ഷോപ്പ് അടിപൊളി ട്രെൻഡിങ് കളക്ഷനാണ്. നവി കോളർ പൊക്കി. അടിപൊളിഞ്ഞ കളക്ഷനാക്കും, എന്നാലും ഇങ്ങനെ സ്വയം പൊക്കാവോ? അവൾ കളിയാക്കി ചിരിച്ചത് അവന് പിടിച്ചില്ല. ഞാൻ പൊക്കുവടി, ഞാനേ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാ, അതിൻ്റെ അഹങ്കാരം എനിക്കുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. അവൻ ഇതും പറഞ്ഞ് അടുത്തുള്ള ബേക്കറിയിൽ കയറി കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസ് വാങ്ങി വന്നു. എന്നിട്ട് നേരെ ശാലിനിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിൽ പോയിട്ട് അത്യാവശ്യമുണ്ട്, രാത്രിയെ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്? വീടിൻ്റെ മുന്നിൽ ഇറങ്ങുന്നതിനിടെ അവൾ ചോദിച്ചു. ചുമ്മാ പറഞ്ഞതാ. അവൻ ഡ്രസ്സിൻ്റെ കവറെല്ലാം അവൾക്ക് കൊടുത്ത് സ്വീറ്റ്സ് എല്ലാം അവനും പേടിച്ച് ശാലിനിയുടെ വീടിൻ്റെ കോളിംഗ് ബെല്ലടിച്ചു. അമ്മ, അവരെത്തി. ശില്പ ഡോറ് തുറന്ന് അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. വെൽക്കം മിസ് ആൻഡ് മിസ്സസ് നവനീത്. ശില്പ അവളെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. ആയിക്കോട്ടെ മേഡം. വാ നവി, അകത്തിരിക്കാം. ശാലിനി നവിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ചേച്ചി വിളിച്ചിട്ട് വേണം നവനീതേട്ടൻ അകത്തേക്കിരിക്കാൻ. ശില്പ ശാലിനി കെട്ടുകൊട്ടി. പൊടി, എവിടെ എൻ്റെ അച്ഛനും അമ്മയും? ശാലിനി കയ്യിലുള്ള കവറെല്ലാം ഹാളിലെ ടേബിളിൽ വെച്ചു. ഞാനിവിടെ ഉണ്ട്, അച്ഛൻ കവല വരെ പോയതാ, ഇപ്പോൾ വരും. അമ്മ കൈ സാരിത്തുമ്പിൽ തുടച്ച് അടുക്കളയിൽ നിന്ന് കയറി വന്നു. അപ്പോഴേക്കും ശില്പ രണ്ടുപേർക്കുമുള്ള ജ്യൂസ് എടുത്തുകൊണ്ട് വന്നു. അയ്യോ, ഇതെന്നാ കുറേ കവറെല്ലാം. എൻ്റെ നവിമോനെ, ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? നീ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്. അമ്മ നവനീതിനെ നോക്കി. പണ്ടത്തെ പോലെയാണോ ആൻറ്റി ഇപ്പം? പണ്ട് കടയിൽ പോകാനും തേങ്ങ പെറുക്കാനും കറണ്ട് ബില്ലടയ്ക്കാനും ഒക്കെ വരുന്നിടയ്ക്ക് ഇന്ന് നിങ്ങളെ മകളെ കല്യാണം കഴിച്ച് ആദ്യം ഇങ്ങോട്ട് വരുന്നതല്ലേ? ഒട്ടും കുറയ്ക്കേണ്ടെന്ന് കരുതി. നവനീതി ചിരിച്ചുകൊണ്ട് എല്ലാവർക്കുമുള്ള ഡ്രസ്സ് എടുത്തു കൊടുത്തു. പോടാ ചെറുക്ക, ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല, നീ ആ ജ്യൂസ് കുടിക്ക്. അമ്മ അവനോട് പറഞ്ഞതും അച്ഛൻ കുറച്ച് ഫ്രൂട്ട്സുമായി അങ്ങോട്ട് കയറി വന്നു. ആഹാ, നിങ്ങൾ വന്നോ? തൊട്ടപ്പുറത്തായതുകൊണ്ട് യാത്ര സുഖമായിരുന്നു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അച്ഛൻ കവർ അമ്മയെ ഏൽപ്പിച്ച് നവിയുടെ അടുത്തിരുന്നു. കുറച്ച് സമയം എല്ലാവരും ഒരുമിച്ച് സംസാരിച്ചിരുന്നു. ശാലു, നാളെ കൊച്ചിയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തോ? അച്ഛൻ ചോദിച്ചതും നവി ശാലിനിയെ ഇടം കണ്ണിട്ട് നോക്കി. ഇല്ലച്ചാ. ആര് പറഞ്ഞു? ഞാൻ ബുക്ക് ചെയ്തല്ലോ. നവി പറഞ്ഞതും ശാലിനി കണ്ണു തള്ളി അവനെ നോക്കി. അതെപ്പോ? അവൾ സംശയത്തോടെ ചോദിച്ചു. കുറച്ച് നേരത്തെ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, എനിക്കും നിനക്കും. നവി ഫോണെടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പം നവിയല്ലേ വരുന്നില്ലെന്ന് പറഞ്ഞേ? എന്ത്? നവി കൊച്ചിയിലേക്ക് പോരുന്നില്ലെന്നോ? അമ്മ നെറ്റി ചുളിച്ചു. അത് പിന്നെ എനിക്കിവിടെ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഷോപ്പ് ഇടുന്നതിനൊരു പ്ലാൻ ഉണ്ട്, അതിൻ്റെ ഓരോ ആവശ്യത്തിന് ഇവിടെ നിൽക്കണമായിരുന്നു. പിന്നെ ആലോചിച്ചപ്പം കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കൂടെ പോകാമെന്ന് കരുതി. നവിയുടെ നുണ കേട്ട് ശാലിനിക്ക് പോലും സത്യമാണെന്ന് തോന്നിപ്പോയി. പിന്നെ ചേച്ചി, 2 ദിവസത്തിനുള്ളിൽ ഞാനും കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടാകും. ചേച്ചിയുടെ ഫ്ലാറ്റിൽ ഇതുവരെ താമസിച്ചില്ലല്ലോ. അതുമല്ല, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ 2 ദിവസം കൊച്ചി എക്സ്പ്ലോർ ചെയ്തിട്ട് കോളേജിലേക്ക് പോകാമെന്ന് കരുതി. ശില്പ പറഞ്ഞു. അതെന്താ, നീ വാ, നമുക്കെല്ലാവർക്കും അടിച്ചു പൊളിക്കാം, അല്ലേ ശാലിനി? നവിയുടെ മാറ്റം കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശാലിനി.